മുംബൈയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. നഗരത്തിലുടനീളം തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്കൂളുകൾക്ക് ജൂലൈ 7 ചൊവ്വാഴ്ച ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുംബൈ, താനെ, റായ്ഗഡ്, പൂനെ, നാസിക്, ഘട്ടുകൾ എന്നിവിടങ്ങളിൽ റെഡ് അലേർട്ടാണ്. ഈ മേഖലകളിലൊക്കെ വലിയ ഗതാഗത തടസ്സമുണ്ട്. ഖണ്ടാല എക്സിറ്റിന് സമീപം മിസ്സിംഗ് ലിങ്ക് സെക്ഷനിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. ഏതായാലും പലതരത്തിലുള്ള യാത്രാ തടസ്സം ഉണ്ടായിട്ടുണ്ട്. റെയിൽ ഗതാഗതത്തിനും പ്രശ്നമുണ്ട്. എക്സ്പ്രസ് വേകളിലും വെള്ളം കയറിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നന്ദന ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നന്ദന, മഴയുടെ വല്ലാത്ത കെടുതി അനുഭവിക്കുകയാണ് മഹാരാഷ്ട്ര. അതിൽ പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ മുംബൈ, നാസിക് അടക്കമുള്ള മേഖലകളിൽ ചെറിയ പ്രശ്നങ്ങളല്ല. ദൃശ്യങ്ങളിൽ പോലും നമുക്ക് കാണാം, ജലാശയങ്ങൾ നിറഞ്ഞിരിക്കുന്നു, ഗതാഗതം തടസ്സപ്പെടുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, മുംബൈയിൽ കനത്ത മഴ തുടരുകയാണ്. മഴ കാരണം റോഡ് ഗതാഗതവും അതുപോലെ തന്നെ ട്രെയിൻ ഗതാഗതവും വലിയ രീതിയിൽ തടസ്സം നേരിടുന്നുണ്ട്. മുംബൈയിൽ നിന്നും പുറപ്പെടേണ്ട 10 ദീർഘദൂര ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് റെയിൽവേ. മുംബൈ, പൂനെ, താനെ, നാസിക്, ഘട്ടുകൾ എന്നിവിടങ്ങളിൽ റെഡ് അലേർട്ട് തുടരുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. സ്കൂളുകൾക്കും കോളേജുകൾക്കും ഈ മേഖലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരമാവധി ജീവനക്കാരോട് വർക്ക് ഫ്രം ഹോം ചെയ്യാനാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സർക്കാർ ഓഫീസുകൾ പകുതി ദിവസം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. മഴ കാരണം വലിയ അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കെട്ടിടം തകർന്ന് 6 പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ 5 പേർ കുട്ടികളാണെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജീവമായിട്ടുള്ള ഒരു സാഹചര്യവുമുണ്ട്. 11 21 07 01 077 എന്ന ഈ നമ്പറിലേക്ക് അടിയന്തര ആവശ്യങ്ങൾക്കായി ബന്ധപ്പെടാവുന്നതാണ്. ഒരു മാസം പെയ്യേണ്ട മഴയാണ് ഈ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് മുംബൈയിൽ പെയ്തത്. ഇതുതന്നെയാണ് സ്ഥിതിഗതികൾ ഇത്രയും രൂക്ഷമാവാൻ കാരണമായത്. നന്ദനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും വലിയ മഴക്കെടുതി അനുഭവിക്കുകയാണ് ഈ സംസ്ഥാനം, മഹാരാഷ്ട്ര സംസ്ഥാനം. പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾക്ക് ഈ കെടുതി അനുഭവിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉയർന്നു വരികയാണ്. ഇപ്പോഴും അവിടെ റെഡ് അലേർട്ടാണ് പല മേഖലകളിലും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദൃശ്യങ്ങൾ നമുക്കത്ര ഭീകരമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി, വാഹനങ്ങൾ കുടുങ്ങി, ട്രെയിൻ, റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന പശ്ചാത്തലവുമുണ്ടായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.